നമസ്കാരം. തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ പല നാടകങ്ങളും നടത്താറുണ്ട്. എന്നാൽ ഒരു വികസന പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതി പോലും ലഭിക്കുന്നതിന് മുൻപ് കേവലം വോട്ടിന് വേണ്ടി മാത്രം ഒരേ പദ്ധതിക്ക് 5 മാസത്തിനിടെ 2 തവണ നിർമ്മാണോദ്ഘാടനം നടത്തിയ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മുൻ LDF സർക്കാരിന്റെ കാലത്ത് കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാതയുടെ കാര്യത്തിലാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു പരിഹാസ്യമായ ഇരട്ട ഉദ്ഘാടന നാടകം നടത്തിയത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അതീവ നിർണായകമായ അന്തിമ അനുമതി അഥവാ ലാസ്റ്റ് സ്റ്റേജ് ക്ലിയറൻസ് ലഭിക്കുന്നതിന് മുൻപ് തന്നെയായിരുന്നു ഈ ഒരു ഉദ്ഘാടനം. കള്ളാടി ആനക്കാംപൊയ്കയിൽ തുരങ്കപാതയ്ക്ക് കേന്ദ്രത്തിന്റെ അന്തിമാനുമതി യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് 2026 ഫെബ്രുവരി 25-നാണ്. എന്നാൽ ഇതിന് 5 മാസം മുൻപ് തന്നെ, അതായത് 2025 ഓഗസ്റ്റ് 31-ന് തന്നെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരുവിധ അന്തിമാനുമതിയും ഇല്ലാതെ ആനക്കാംപൊയിൽ വെച്ച് ഒന്നാമത്തെ വലിയ നിർമ്മാണോദ്ഘാടനം അങ്ങ് നടത്തിക്കളഞ്ഞു. ഈ ആദ്യ ഉദ്ഘാടനം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നടന്നു. അതിനുശേഷം കേന്ദ്രത്തിൽ നിന്ന് അന്തിമാനുമതി ലഭിച്ചതോടെ 2026 മാർച്ച് 6-ന് പിണറായി വിജയൻ തന്നെ ഇതേ പദ്ധതിക്ക് രണ്ടാമത്തെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് കേരളം കണ്ടത്. ഈ ഇരട്ട ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ, അതായത് മെയ് മാസത്തിലായിരുന്നു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജനങ്ങളെ പറ്റിക്കാനും വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുമാണ് ഒരേ പദ്ധതി തന്നെ 2 തവണ നാണം കെട്ട രീതിയിൽ ഉദ്ഘാടനം ചെയ്തതെന്ന കടുത്ത ആരോപണം അന്നേ പരസ്യമായി ഉയർന്നതാണ്. എന്നാൽ 2025 ജൂണിൽ വെറും പ്രാഥമിക പരിസ്ഥിതി അനുമതി മാത്രം ലഭിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അത് പിണറായി വിജയൻ ഒന്നാമത്തെ ഉദ്ഘാടനമായി നടത്തിയത്. ഇവിടെയാണ് ഭരണകൂടത്തിന്റെ കടുത്ത നിയമലംഘനം പൂർണ്ണമായും പുറത്തു വരുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള കൃത്യമായ അന്തിമാനുമതി കിട്ടിയ ശേഷം മാത്രമേ ഈ ഒരു പരിസ്ഥിതി ലോല പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്ന് 2022 ഏപ്രിൽ 11-ന് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം കർശനമായ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു. കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഈ ഔദ്യോഗിക നിർദ്ദേശം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് മുൻ LDF സർക്കാർ ഈ പദ്ധതി പ്രദേശത്ത് വൻതോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. കേവലം ബോർഡും വെച്ച് ഉദ്ഘാടനം നടത്തുക മാത്രമല്ല ഇവർ ചെയ്തത്. കേന്ദ്രത്തിന്റെ സ്റ്റേജ് 2 ക്ലിയറൻസ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ പദ്ധതി പ്രദേശത്തേക്ക് ആവശ്യമായ താൽക്കാലിക പാലം, കല്ലുകൾ പൊട്ടിക്കാനുള്ള വലിയ ക്രഷർ യൂണിറ്റ്, വാഹനങ്ങൾക്കും മറ്റുമുള്ള ഇന്ധന ടാങ്ക്, തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ക്യാമ്പ് ഷെഡ് തുടങ്ങിയ എല്ലാവിധ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും യാതൊരുവിധ നിയമപരമായ അന്തിമാനുമതിയും ഇല്ലാതെ തന്നെ കമ്പനിയെ കൊണ്ട് ആരംഭിച്ചു. നിയമം സംരക്ഷിക്കേണ്ട അധികാരികൾ തന്നെ വോട്ടിനു വേണ്ടി പ്രകൃതിയെയും കേന്ദ്ര നിയമങ്ങളെയും ഒരുപോലെ ചവിട്ടിമെതിച്ച കാഴ്ചയായിരുന്നു അത്. അന്തിമ ക്ലിയറൻസ് ലഭിച്ചില്ലെങ്കിൽ ഈ തുടങ്ങിയ നിർമ്മാണങ്ങളെല്ലാം നിയമവിരുദ്ധമാകുമെന്നും നാടിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ ഈ ജനവിരുദ്ധ കളി കളിച്ചത്. വികസനം എന്നത് തങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് കാണിക്കാൻ വേണ്ടി പരിസ്ഥിതി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ കമ്മ്യൂണിസ്റ്റ് അഹങ്കാരത്തിനാണ് ഈ ഒരു നാണംകെട്ട ഇരട്ടത്താപ്പ് ഉദ്ഘാടനത്തിലൂടെ ഇപ്പോൾ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ചുരുക്കത്തിൽ കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാതയുടെ പേരിൽ ജനങ്ങളെ വഞ്ചിച്ച മുൻ ഇടത് സർക്കാരിന്റെ തനിനിറമാണ് ഈ ഒരു തീയതികൾ സഹിതം ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പഴിയെല്ലാം പുതിയ സർക്കാരിന്റെ മേൽ ചാരി തടി തപ്പുകയാണ് CPM നേതൃത്വങ്ങൾ.